ഹായ് ഗായ്സ്, എൻ്റെ കയ്യിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ജാതിക്കാണ് കേട്ടോ. നമ്മളിന്ന് ജാതിക്ക അച്ചാറിടാൻ പോവുകയാണ്. ഞാൻ എൻ്റെ മാമൻ്റെ കൂടെ വന്നപ്പോൾ അവിടെ കുറേ ജാതിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ ജാതിക്ക അച്ചാറുണ്ടാക്കാൻ പോകുമായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കേട്ടോ. കുറേ ജാതിക്കകളുണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ നമ്മുടെ ഈ ജാതിക്കയ്ക്ക് നല്ല മിനറൽസൊക്കെ ഉണ്ട്, ലൈക്ക് അയൺ, കാൽസ്യം, പൊട്ടാസ്യം. ഈ പൊട്ടാസ്യത്തിലാണെങ്കിൽ ബ്ലഡ് പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്യും കേട്ടോ. ഹാർട്ട് റേറ്റൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാട്ടോ ഗായ്സ്. ഇങ്ങനെ നമ്മൾ ജാതിക്ക അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ജാതിക്കയുടെ മുകളിലത്തെ തോടിൻ്റെ ഇത് തൊലി തൊണ്ട് കളയാട്ടോ അച്ചാറിടാൻ. എന്നിട്ട് ഇതേപോലെ ഞാൻ നുറുക്കാം. ചെറിയ ചെറിയ കണക്കിനാന്ന് പറഞ്ഞ പോലെ നന്നാക്കാം ഗൈസ്. നമ്മളെ ചെറുതാക്കി അരിഞ്ഞു കേട്ടോ. നമ്മളെല്ലാത്തിനും തൊലി കളയണം കേട്ടോ ഗൈസ്. എന്നിട്ട് ഗൈസ് നമ്മളിത് തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റി കളയണം കേട്ടോ. ഇത് തിളച്ചതിന് ശേഷം വെള്ളം ഊറ്റി കളയാം കേട്ടോ. ഇനി ഗൈസ് നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം കേട്ടോ. നല്ലെണ്ണ തന്നെ വേണം കേട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇടാം കേട്ടോ. ഇനി ഗൈസ് നമുക്ക് സ്റ്റവ് സിമ്മിൽ. ഇനി ഗൈസ് നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് കായം പൊടി ഇട്ടെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നുറുക്കി വെച്ച ജാതിക്കയും ഇട്ടെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം. പിന്നെ കുപ്പിയിലേക്ക് ആക്കാം കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ജാതിക്കത്തോട്ടം എന്നുള്ള പാട്ട് കേട്ടിട്ടില്ല? ജാതിക്കത്തോട്ടം ജാതിക്കത്തോട്ടം അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ജാതിക്ക അച്ചാർ അങ്ങനെ ഉണ്ടാക്കണേന്ന്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.